ഇതെന്താ എൻ്റെ അടുക്കളത്തോട്ടത്തിലെ തക്കാളി കൃഷി. അപ്പോൾ തക്കാളി കൃഷി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു വീട്ടിലേക്ക് ഒരു 3-4 തക്കാളി തൈ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മൾ അത്യാവശ്യത്തിനുള്ള തക്കാളി നമുക്ക് വിളവെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ തക്കാളി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൽ വരുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ തക്കാളി കൃഷി ചെയ്യാനായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം കേട്ടോ തിരഞ്ഞെടുക്കേണ്ടത്. വെയിലുള്ള സ്ഥലത്തെ തക്കാളികൾ നന്നായിട്ടുണ്ടാവുകയുള്ളൂ. ഇവർക്ക് നല്ല സൂര്യപ്രകാശം വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മണ്ണ് കുമ്മായി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണം നമ്മൾ തക്കാളി തൈ നടേണ്ടത്. അതുകൂടാതെ തന്നെ ഇവർ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്തായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ വേഗം ചീഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കണം നമ്മൾ ഇതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ തക്കാളി തൈ നട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമുള്ളതാണ്, പൂവുണ്ടാവും കായ് പിടിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ പൂവുണ്ടായി കഴിഞ്ഞിട്ട് പിടിക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൂവുണ്ടായി നിൽക്കുമ്പോൾ രാവിലെ തന്നെ ഒന്ന് വന്നിട്ട് അത് ഇങ്ങനെ പരാഗണം നടത്തി, കൃത്രിമ പരാഗണം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി നടത്തി കൊടുക്കണം. അപ്പോൾ എന്നാലാണ് നമ്മളെ കായ്കൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇതെൻ്റെ ഈ കാണുന്ന തക്കാളി തൈകളൊക്കെ എൻ്റെ വിളവെടുപ്പ് ഏകദേശം കഴിഞ്ഞതാണ് കേട്ടോ. കുറേ തക്കാളി എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിൻ്റെ വലിപ്പം കുറഞ്ഞ് വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഓരോ സെക്ഷൻ നട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലേ നമ്മളെ തോട്ടത്തിൽ തക്കാളി ഒഴിയാതെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കണ്ടാലറിയാം ഇതിൻ്റെ വലിപ്പമൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ കഴിയാറായി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ തക്കാളി കൃഷി ചെയ്യാനായിട്ട് വിത്തുകളും തൈകളും തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഇനം വിത്തുകളും തൈകളും നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നല്ല ഇനം വിത്തുകളാവുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഫലങ്ങൾ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് അവിടെ നിന്നൊക്കെയാണ് വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കടഭാഗത്തിൽ വണ്ണമുള്ള സൈസുള്ള നോക്കിയെടുക്കുക. അത് നല്ല ആരോഗ്യമുള്ള തൈകളാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ വേഗം ഓടിപ്പോയി എടുത്തുകൊണ്ട് വരാണ്ട് നമ്മൊന്ന് ചെക്ക് ചെയ്തിട്ട് നല്ല കടഭാഗം നല്ല വണ്ണമുള്ളത് നോക്കി എടുക്കുക. അത് നല്ല ആരോഗ്യമുള്ള തൈകളായിരിക്കും. അങ്ങനെയുള്ളത് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് നടണേ നോക്കാം തക്കാളി തൈ. പിന്നെ തക്കാളി തൈ ആയിക്കോട്ടെ ഏത് തൈ ആയിക്കോട്ടെ നടുന്നതിന് മുമ്പ് നമ്മൾ സൂഡോമോണസിൽ മുക്കി വെച്ചിട്ട് തൈകൾ നടുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമ്മൾ ഏത് തൈ നടുമ്പോഴും സൂഡോമോണസിൽ മുക്കി വെച്ചിട്ട് വേണം നടാൻ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തൈ നട്ട് കഴിഞ്ഞതിന് ശേഷം സൂഡോമോണസ് കലക്കി ഒഴിച്ചാലും മതി കേട്ടോ. പിന്നെ തൈകൾ നടുമ്പോൾ എപ്പോഴും വൈകുന്നേര സമയങ്ങളിൽ നടുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ തക്കാളി തൈ നടാനായിട്ട് ഇത് തക്കാളി തൈയുടെ ബെഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഗ്യാപ്പുള്ള സ്ഥലത്താണ് ഞാൻ ഈ തക്കാളി തൈ നടാൻ പോണത്. അപ്പോൾ അതിൽ നമ്മൾ ചാണകപ്പൊടി, എല്ലുംപൊടി, വേപ്പും പിണ്ണാക്ക് എന്നിവ മിക്സ് ചെയ്ത സ്ഥലം തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വേറെ വളങ്ങളൊന്നും അവിടെ ചേർത്ത് കൊടുക്കണതില്ല. അപ്പോൾ ഇവിടെ നമ്മൾ 2 രീതിയിലുള്ള നടിയിൽ ഇതാണ് കാണിക്കണത് കേട്ടോ. നമുക്ക് തക്കാളി തൈ ചെരിച്ച് നടാം, നേരെ നടാം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ നല്ല വേരോട്ടൊക്കെ ഉള്ള നല്ലൊരു തൈ തന്നെയാണിത് കിട്ടിയേക്കുന്നത് കേട്ടോ. നമുക്കിത് നടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മിത് കൂടുതലായിട്ടും തക്കാളി തൈക്ക് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വേരുകൾ വരും ഇതിൻ്റെ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അടിയിലോട്ടിരുന്ന് നല്ല തൈയായിട്ട് വരും. അപ്പം നമ്മൾ എപ്പോഴും നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഒരു മെത്തേഡ് ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് നന്നായിട്ട് തൈകൾ ഇറക്കി വെച്ച് കൊടുത്ത് നട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും അടിയിലോട്ടിരുന്നോട്ടെ. അപ്പോൾ അത് പെട്ടെന്ന് ഒടിഞ്ഞും പോവുകയില്ല. അതിൻ്റെ അടിയിൽ കൂടെ നന്നായിട്ട് വേരുകളും കയറും. ഇപ്പോൾ ഇവിടെ വരെ അതിന് വേരുകളുണ്ടാവും. അതാണ് തക്കാളിത്തായിട്ട് ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് വേറെ മെത്തേഡ് നടാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെരിച്ച് നട്ട് കൊടുക്കുക. ഇങ്ങനെ ചെരിച്ച് നട്ട് കൊടുക്കുക കേട്ടോ. ചെരിച്ച് നട്ട് കൊടുത്താലും ഇത് നന്നായിട്ട് തന്നെ വേരൊക്കെ കയറി നന്നായിട്ട് തന്നെ ഉണ്ടായിക്കോളും. എൻ്റെ കൃഷി രീതിയാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിയിലോട്ട് ഇത്രയും പോയാലും അതിൻ്റെ ഇവിടം വരെ നമുക്ക് വേരുകൾ കിട്ടും. അപ്പോൾ അതിന് നല്ല ഇതിന് തന്നെ അത് വളർന്നോളും ചെയ്തു കൊടുക്കും. നമ്മുടെ തൈകളൊക്കെ നട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്ത് കൊടുക്കാനുള്ളത് പൊതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വെയിലിൻ്റെ സമയമല്ലേ, നമുക്ക് പൊത അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് അഴുകിയതും ജീർണിച്ചതുമായ ഇത് വെച്ച്
പുല്ലുകളൊക്കെ വെച്ച് നമുക്ക് പൊതിട്ട് കൊടുക്കാം. പൊതിട്ട് കൊടുക്കുമ്പോൾ കടക്കൽക്കാവാണ്ട് ശ്രദ്ധിക്കുക. കടയിൽ നിന്ന് നീക്കി പൊതിട്ട് കൊടുക്കുക. എന്നാലും അവർക്ക് തണവും വേണം. അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ പൊതിട്ട് കൊടുക്കാൻ. പൊതിടുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കയറി കാണാട്ടെ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കിങ്ങനെ പൊതയുടെ അടിയിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ കണ്ട രണ്ടിൽക്കും പോയി. ഇപ്പുറത്തേക്കും വെള്ളം പോകണുണ്ടോ. തക്കാളി തൈയൊക്കെ വളർന്നു ഈ സ്റ്റേജിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് വടി കുത്തി കൊടുക്കാം. വടി കുത്തി കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെരിഞ്ഞ് പോയി തണ്ടൊടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പിന്നീട് നമ്മൾ തൈ നട്ടതിന് ശേഷം ഇത്ര ആകുമ്പോൾ വടി കുത്തി കൊടുക്കണം കേട്ടോ. അങ്ങനെ വടി കുത്തി കൊടുത്ത് സപ്പോർട്ട് കൊടുത്താലോ ഇത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും എല്ലാം ഒടിഞ്ഞ് വീഴും. ഇതുപോലെ നമ്മളെ ചാഞ്ഞ് കിടക്കും. അപ്പം നമുക്കിനി അടുത്തതായിട്ട് കൊടുക്കേണ്ടത് വടി കുത്തി കൊടുക്കുക. വടി കുത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അതിൻ്റെ വേരുകൾക്ക് മേത്ത് കൊള്ളരുത്. അപ്പോൾ പിന്നെ ഇത് ഉണങ്ങിപ്പോവും. വേരിൽ കൊള്ളാണ്ട് വേണം നമ്മൾ വടി കുത്തി കൊടുത്തിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ചണത്തിൻ്റെ എന്തെങ്കിലും ഇതുകൊണ്ട് നമ്മൾ കെട്ടി കൊടുക്കണം കേട്ടോ. എന്നാലത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വീണ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഇതിൽ ശീമക്കൊന്നയുടെ ഇലയിട്ട പൊതിട്ട് കൊടുക്കണത് ഒന്ന് വാടിയിട്ടിടാനാണ് നല്ലത്. ഞാനിപ്പോൾ വീഡിയോയിൽ ഇടാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നു. എന്തായാലും നമ്മൾ പൊതിട്ട് കൊടുക്കണം. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ്. തക്കാളിക്കാണെങ്കിൽ നല്ല വെള്ളവും ആവശ്യമാണ്, വെയിലും ആവശ്യമാണ്. അടിയിൽ നിന്നുള്ള നമ്മുടെ ഈ കടഭാഗത്തിൻ്റെ ഉള്ള ഇലകൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അത് നല്ല ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കയറ്റി കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൽ നിന്നുള്ള രോഗങ്ങൾ കൂടുതലും ഈ ഇലകളിൽ കൂടിയാണ് ഇതിലേക്ക് വ്യാപിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അടിയിലത്തെ ഇലകൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. തണ്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് നീക്കിയിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ വരുന്ന ഈ ഭാഗമില്ലേ, അതായത് ഈ തണ്ടിൻ്റെയും ഇലയുടെ സെൻറ്ററിൽ കൂടെ ഒരു ഭാഗം ഇങ്ങനെ വളർന്നു വരും. അതിനാണ് നമ്മൾ സക്കർ എന്ന് പറയുക. ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അത് ഇത്തിരി നല്ല സ്റ്റെറിലൈസ് ചെയ്ത ബ്ലേഡ് കൊണ്ട് തന്നെ ഇത്തിരി കയറ്റിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിയെടുത്ത ഈ ഇതില്ലേ, ഇത് നമുക്ക് രണ്ടാമത് നമുക്ക് തൈ നട്ട് പിടിപ്പിക്കാം. വേറൊരു തക്കാളി തൈയായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഒരു കുപ്പിയിൽ വെള്ളത്തിലിട്ട്, ഗ്ലാസ്സിലോ കുപ്പിയിൽ എന്തെങ്കിലും വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൽ വേര് വരും. വേര് വന്നിട്ട് നമുക്ക് നടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ തക്കാളി തൈകൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇവയ്ക്ക് പ്രധാനമായിട്ടും വരണ കീടങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളീച്ചയുടെ ശല്യം നന്നായിട്ടുണ്ടാവും. ചിത്രകീടങ്ങളുടെ ഉപദ്രവം. ഇനിയിപ്പോൾ ചിത്രകീടങ്ങളുടെ ഉപദ്രവം അതായത് ഇങ്ങനെ ഇതിലൊക്കെ ചിത്രം വരച്ച പോലെ കാണും. അതിങ്ങനെ ചിത്രകീടത്തിൻ്റെ ഉപദ്രവമാണ്. ഈ ചിത്രം വരച്ച പോലെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ചിത്രകീടങ്ങളുടെ ഉപദ്രവവും ഈ വെള്ളീച്ച ശല്യവും അങ്ങനത്തെ ശല്യമാണ് ഇതിന് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അതിന് നമുക്ക് വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം കൊടുക്കാം. ആഴ്ചയിൽ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഓരോ വീഡിയോസിലും കീടങ്ങളുടെ ആക്രമണത്തിനുള്ള ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആഴ്ചയിൽ ചെയ്ത് കൊടുക്കാം. കീടങ്ങൾ വരാൻ കാത്ത് നിൽക്കാതെ നമ്മൾ ചെയ്യണം കേട്ടോ. തൈ നട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും നമുക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കും. ഇനി പിന്നെ ഉള്ളത് ഇതിൻ്റെ വളപ്രയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കാൽസ്യം അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത മണ്ണിൽ, അതായത് നമ്മളെ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണം നമ്മൾ നടേണ്ടത്. നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുമ്മായം കലക്കി നമ്മൾ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം. അതായത് കുമ്മായം ഒരു തൈക്ക് ഒരു ഗ്രോ ബാഗിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ എന്ന കണക്കിൽ നമുക്ക് കുമ്മായം കലക്കി ഒഴിച്ച് കൊടുക്കാം. അത് നമ്മൾ മാസം ചെയ്യണം നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് അതിന് പല മാറ്റങ്ങൾ നമുക്ക് ചെടിയിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടത്തോട് പൊടിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം കേട്ടോ കൊടുക്കാൻ. വെറുതെ കൈ കൊണ്ട് അമർത്തിയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. നന്നായിട്ട് മുട്ടത്തോട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഈ തക്കാളി തൈകൾക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് കാൽസ്യം അടങ്ങിയിരിക്കുന്നതിൻ്റെ പേരിൽ അത് നല്ലതാണ്.
പിന്നെ നന്നായിട്ട് പൂക്കാനും പൂക്കൾ കൊഴിയാതിരിക്കാനും കായ്ക്കാനും വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫിഷ് അമിനോ ആസിഡ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, കടയിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊടുക്കേണ്ട വിധം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കാം. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ തക്കാളി കൃഷികൾക്ക് ചെയ്യണ രീതികൾ കേട്ടോ.